എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് pH ബൂസ്റ്റർ എന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. pH എന്നത് അമ്ലക്ഷാരം അളക്കുന്നതിനുള്ള ഒരു അളവുകോലാണ്. അതിൽ 0 മുതൽ 14 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 7 ന്യൂട്രൽ നില. 7 നിന്ന് താഴോട്ട് പോകുന്നതിനും അമ്ലഗുണം കൂടിക്കൂടി വരികയും, എന്നാൽ 7 നിന്ന് മുകളിലേക്ക് പോകുന്നതിനും ക്ഷാരഗുണം കൂടിക്കൂടി വരും. അപ്പോൾ മണ്ണിൻ്റെ pH 7 നിലനിർത്തുക എന്നതാണ് കൃഷിയിലെ വിജയം. അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തിൽ രക്തത്തിൻ്റെ pH 7 നിലനിർത്തിയാൽ ഒരുവിധമുള്ള രോഗങ്ങളൊന്നും വരികയില്ല. മനുഷ്യൻ്റെ രോഗങ്ങളുടെ ഒരു 90% കാരണവും pH കുറയുക എന്നാണ്. pH കുറഞ്ഞാൽ അവൻ കുഴഞ്ഞു വീണ് മരിക്കും. അതോടൊപ്പം തന്നെ മത്സ്യകൃഷിയിൽ വെള്ളത്തിൻ്റെ pH 7 നിലനിർത്തുക എന്നതാണ് ഏറ്റവും വലിയ അവിടുത്തെ വിജയം. നമുക്കറിയാം, നല്ല മഴയുള്ളപ്പോൾ മഴവെള്ളത്തിൻ്റെ pH ഏതാണ്ട് 5.5 അപ്പോൾ ആ സമയത്ത് വീഴുന്ന വെള്ളം ചെടികളിലേക്ക് ധാരാളം വീഴുകയും ആ സമയത്ത് വീഴുന്ന വെള്ളം കാരണം pH പെട്ടെന്ന് ആ സമയത്ത് വീഴുന്ന മഴവെള്ളം കാരണം pH പെട്ടെന്ന് താഴുകയും പെട്ടെന്ന് അസിഡിക് ആയി വെള്ളം ആവുകയും പെട്ടെന്ന് വെള്ളം അസിഡിക്കായി മത്സ്യങ്ങൾ മുകളിലേക്ക് പൊങ്ങി വരുന്നത് കാണാം. അത് പെട്ടെന്ന് അങ്ങനെ വന്ന ഫംഗസ് വന്ന് പെട്ടെന്ന് മത്സ്യം ചത്തുപോകും. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രധാന നമ്മളുടെ വിജയം 7 നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ 7 നിലനിർത്തിയാൽ മാത്രമേ നല്ല രീതിയിൽ ചെടികൾ വളരുകയുള്ളൂ. pH 7 ആണെങ്കിൽ അവിടെ വളരുന്ന സൂക്ഷ്മജീവികളെല്ലാം തന്നെ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. എന്നാൽ അതിൽ 6 വളരുന്ന ഒരു പറ്റം സൂക്ഷ്മജീവികൾ നമുക്ക് അത്രയേറെ ഗുണകരമല്ല. എന്നാൽ 5 താഴെയുമെല്ലാം ആവുന്ന pH വളരുന്ന സൂക്ഷ്മജീവികളാകട്ടെ നമുക്കും മനുഷ്യർക്കും അതുപോലെ തന്നെ ചെടികൾക്കും എല്ലാം രോഗം വരുത്തുന്നവയായിരിക്കും. അവിടെ വളരുന്നത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് എന്നിവയായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് pH 7 നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. സൂക്ഷ്മജീവികൾ ആണുള്ളത്. അപ്പോൾ ഓരോ സൂക്ഷ്മജീവികളും ഓരോ pH-ലായിരിക്കും വളരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ വളരുന്നത് ഏതിലായിരിക്കും? ഇപ്പം 6 വളരുന്നത് ഒരു പറ്റം നമുക്ക് ഉപകാരപ്രദം ഉള്ള സൂക്ഷ്മജീവികൾ, 5 വളരുന്നത് വേറെ ഒരു പറ്റം, 4 വളരുന്നത് മറ്റൊരു പറ്റം. എന്നാൽ ഈ 5 വളരുന്ന സൂക്ഷ്മജീവികൾ എല്ലാം, അതോ അതിൽ 5 താഴെയും വളരുന്ന സൂക്ഷ്മജീവികളെല്ലാം എന്താണ്? ചെടികൾക്ക് രോഗം വരുത്തുന്നതായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഫംഗസ്, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗങ്ങൾ ചെടികളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പോലും അത് പിന്നെ അപ്പം ഒന്ന് മാറും എങ്കിൽ പോലും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് pH 7 നിലനിർത്തിയില്ലെങ്കിൽ ഏറ്റവും പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ പലരും അതെ നമ്മൾ pH നോക്കാതെ ഫംഗസ് വന്നു അല്ലെങ്കിൽ ബാക്ടീരിയൽ വാട്ടം വന്നു, അങ്ങനെ പ്രശ്നങ്ങൾ പലതും വരുമ്പോഴേ അതിനുള്ള എന്തെങ്കിലും ഫംഗിസൈഡ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് COCയോ അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ക്യൂർ പ്ലസ് കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് അതിനെ അന്നേരം കുറയും. പക്ഷേ അത് കഴിഞ്ഞ് ഉടൻ തന്നെ അത് വരും. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ആ മണ്ണ് നമുക്ക് ഫംഗസും വൈറസും ബാക്ടീരിയയും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ pH ബൂസ്റ്റർ കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മളുടെ കുമ്മായം കൊടുക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്ലക്ഷാരഗുണം അളക്കുവാനുള്ള ഒരു അളവുകോലാണ്. അതിനകത്ത് നമ്മൾ 0 മുതൽ 14 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് 7 അതിൻ്റെ ന്യൂട്രൽ നില. 7 നിന്ന് താഴോട്ട് വരുന്തോറും അസിഡിറ്റി കൂടി വരും. 7 നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ക്ഷാരഗുണം കൂടി വരും. 7 നിലനിർത്തുക എന്നുള്ളതാണ് കർഷകന്റെ വിജയം. 7 നിലനിർത്തുവാനായിട്ട് നമുക്ക് അറിയാം, പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുമ്മായമാണ്. കുമ്മായം നമുക്ക് അഭികാമ്യമല്ല. കാരണം സൂക്ഷ്മജീവികൾ മുഴുവൻ മണ്ണിലെ നമ്മൾ കുമ്മായം ഇടുമ്പോൾ ചത്തുപോകുന്നു, മണ്ണിര ഉൾപ്പെടെ ഏറ്റവും പ്രധാനമായിട്ട്. അതോടൊപ്പം തന്നെ pH പെട്ടെന്ന് 9-ലേക്കോ 10-ലേക്കോ പോകുന്നു. ഇത് ചെടികൾക്ക് ഷോക്കാണ്.
മൂന്നാമത്തെ കാര്യം, നമ്മൾ ഓൾറെഡി മണ്ണിൽ കിടക്കുന്ന മുഴുവൻ വളവും നിർവീര്യമാക്കുന്നു. നാലാമത്തെ കാര്യം, നമ്മൾ കുമ്മായം ഇട്ട ശേഷം 15 ദിവസം എങ്കിലും കാത്തിരുന്ന ശേഷം നമ്മൾ ആദ്യം മുതൽ നമ്മൾ വളമിട്ട് തുടങ്ങണം. അപ്പോൾ ഒരുപക്ഷെ കാലാവസ്ഥ മാറിയിരിക്കാം. അടുത്ത പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുമ്മായം വളരെ നൈസായുള്ള പൊടിയാണ്. അത് നമ്മൾ മണ്ണിലേക്ക് ഇടുമ്പോൾ എന്താ കുഴപ്പം? അത് ആദ്യത്തെ മഴയ്ക്ക് തന്നെ അതങ്ങോട്ട് കലങ്ങി അതങ്ങ് ഒഴുകി പോവും. അടുത്തത് ഞാൻ പറഞ്ഞു, വേര് വെന്തു പോകുന്നു. വേര് വെന്തു പോകുന്നത് കൊണ്ട് തന്നെ ആ വേരിൽ ഫംഗസ് ബാധ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം പരിഹാരമാണ് SPCD pH ബൂസ്റ്റർ. pH ബൂസ്റ്ററിന്റെ ന്യൂട്രീഷൻ വാല്യൂ 104%. അതോടൊപ്പം തന്നെ pH ബൂസ്റ്ററിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ്. നമുക്കറിയാം, കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതായത് നമ്മൾ ഈ കടലിൽ നിന്നോ കായലിൽ നിന്നോ എടുക്കുന്ന കക്കയിനെ ചൂളലിൽ വെച്ചിട്ട് അത് നീറ്റി അതിനെ പൊടിച്ചെടുക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെ വെള്ളം ഒഴിച്ച്, അതായത് ഈ നീറ്റ് കക്ക എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡാണ്. ഈ കാൽസ്യം ഓക്സൈഡിനെ വെള്ളം ഒഴിച്ച് നീറ്റിയെടുക്കും. അതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇത് ആണ് നമ്മളുടെ കുമ്മായം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാലുള്ള ദൂഷ്യഫലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ കൊടുക്കാനുള്ളത്, നമ്മുടെ pH ബൂസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് വളത്തോടൊപ്പം കൊടുക്കാം. കാരണം അതിനകത്ത് ഒരു ചൂടില്ല. അതോടൊപ്പം തന്നെ അത് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ധാരാളം സൂക്ഷ്മജീവികൾ വളരുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലെ മുരിങ്ങക്കൊക്കെയാണ്. കടൽ എന്ന് പറയുന്നത് ദയാൽ സർ പറഞ്ഞ പോലെ തന്നെ കടലിനെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ pH ബൂസ്റ്റർ ഉപയോഗിച്ചുള്ള കൃഷി. കാരണം കടലിലാണ് നമ്മുടെ ഈ കൃഷിയിടങ്ങളിലെ മുഴുവൻ വെള്ളം ചെന്ന് ചേരുന്നത്. ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് സോയിൽ, അതായത് മേൽമണ്ണിനെ മുഴുവൻ ഒഴുക്കി കൊണ്ടുപോയി കടലിലാണ് ഇടുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വളം ഉള്ളത് എവിടെയാണ്? മേൽമണ്ണിലാണ്. അതുകൊണ്ട് തന്നെ ഈ മേൽമണ്ണിലെ എല്ലാവിധ മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും എല്ലാം ഉള്ളത്. ഇവയെല്ലാം നമ്മളെപ്പോഴും കടലിൽ വന്ന് വീഴുന്നു. അപ്പോൾ കടലിലെ മുരിങ്ങക്കക്കയിൽ നമുക്ക് കടലിലെ വെള്ളത്തിന് പോലും എല്ലാ മൂലകങ്ങളും ഉണ്ട്. മുരിങ്ങക്കക്കയിലാണെങ്കിൽ ഈ എല്ലാ മൂലകങ്ങളും അതായത് സൂക്ഷ്മ മൂലകങ്ങളും കക്കയിലുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ കക്ക ചൂടാക്കാതെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പൊടിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ അതിനകത്ത് ധാരാളം സൂക്ഷ്മ ജീവികളുമുണ്ട്, സൂക്ഷ്മ മൂലകങ്ങളുണ്ട്, കാൽസ്യം കാർബണേറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ മഗ്നീഷ്യം ഉണ്ട്. നമ്മളുടെ pH ബൂസ്റ്റിൽ ഓർഗാനിക് കാർബൺ ഉണ്ട്. ഇതുകൊണ്ട് തന്നെ ഒന്നും നമ്മൾ ചെയ്തില്ലേ പോലും വെറുതെ ഒരു കൃഷിയിടത്തിൽ ഒരു മുരടിച്ച് നിൽക്കുന്ന ഒരു ചെടിയുടെ ചോട്ടിൽ കൊണ്ടുപോയി നമ്മൾ pH ബൂസ്റ്റർ ഇട്ടാൽ തന്നെ ആ ചെടി നല്ല രീതിയിൽ വളരും. കാരണം pH ബാലൻസ് ചെയ്താൽ മാത്രമേ ആ സൂക്ഷ്മജീവികൾ നമ്മൾ ഇടുന്ന വളത്തെ ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിൽ വെള്ളവും ചേർത്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ pH 7 ആക്കി അങ്ങനെ ചെയ്താൽ നമുക്ക് ബാലൻസ് ചെയ്ത് ചെടികൾക്ക് കൊടുക്കത്തക്ക രീതിയിലാക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കാനുള്ള ജൈവ കൃഷിയിലെ ആര് കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയോ pH ബാലൻസ് ചെയ്ത് ആ കാൽസ്യം ഇട്ട് കൊടുക്കണം. കാരണം ഈ കാൽസ്യം തന്നെയാണ് ചെടികളുടെ തണ്ടുകൾക്ക് നല്ല ദൃഢത നൽകുന്നത്. കാരണം പലപ്പോഴും ചെടികൾക്ക് തണ്ട് തുരപ്പൻ പോലെയുള്ള, അതായത് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കറിയാം തെങ്ങിൻ്റെയൊക്കെ ഓലകൾ താഴോട്ട് വീണ് കിടക്കും. പല ചെടികളിലും കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട്, അതായത് തണ്ടിൽ ദൃഢത നൽകുന്നത് എന്താണ്? കാൽസ്യമാണ്. ഈ കാൽസ്യം തന്നെയാണ് നമ്മൾ pH ബൂസ്റ്റർ എന്ന ഇതിൽ കാൽസ്യം കാർബണേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ നിർബന്ധമായിട്ട് നമ്മൾ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് pH ബാലൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ pH ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് pH ബൂസ്റ്റർ തന്നെയാണ്.
ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ pH നമ്മൾ കൊടുക്കുമ്പോൾ 7-ൽ വളരുന്നത് ഒരു പറ്റമാണ്, 6-ൽ വളരുന്നത് വേറൊരു പറ്റം, അത് അത്ര തന്നെ ദ്രോഹമില്ല. എന്നാൽ 5-ൽ വളരുന്നത് ചെടികളെ മുഴുവൻ നശിപ്പിക്കും, ഫംഗസ് ബാക്ടീരിയ വൈറസ് എല്ലാം വരുത്തും. അതോടൊപ്പം തന്നെ ചെടികളുടെ നമ്മൾ pH ബൂസ്റ്റർ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 തരം പൊടി, അതായത് നല്ല പൊടിയുമുണ്ട്, അതോടൊപ്പം തന്നെ അതിനകത്ത് ചെറിയ ചെറിയ ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ തന്നെ ചെടികളിൽ കൊടുക്കുന്നത് വേഗം മണ്ണ് വലിച്ചെടുക്കും, മണ്ണല്ല ചെടികൾ വലിച്ചെടുക്കും. പിന്നെ അത് അവിടെ കിടന്ന് 7-ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ കുമ്മായം കൊടുത്തു കഴിഞ്ഞാൽ അത് 7-ൽ തന്നെയല്ല, പെട്ടെന്ന് കയറി പെട്ടെന്ന് താഴെ വരും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് pH ബൂസ്റ്ററും കുമ്മായവും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ജൈവ കൃഷി ചെയ്യുന്നവർ ശരിക്കും ഒരു കാരണവശാലും കുമ്മായം ഉപയോഗിക്കാൻ പാടില്ല. അപ്പം എപ്പോഴും നമ്മൾ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്ത മാത്രം കൃഷിയിലേക്ക് ഇറങ്ങുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചപ്പോൾ ഏറ്റവും എപ്പോഴും ആദ്യം കൃഷിയിൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് pH ബാലൻസ് ചെയ്യുക എന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് SPC ആദ്യമായിട്ട് ഇറക്കിയത് pH ബൂസ്റ്ററാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമേ ഈ pH ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇറക്കിയത് SPC ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ SPC pH ബൂസ്റ്റർ നമ്മൾ എവിടെ ഇട്ട് കൊടുത്താലും അതിൻ്റെതായ റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് pH-നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി pH നമ്മൾ എങ്ങനെയാണ് pH ഇടേണ്ടത്? നമ്മളിത് കോൺടാക്ട് ചെയ്യുന്നിടത്തെ നമ്മൾ pH ബൂസ്റ്റർ നമ്മൾ തൂളി മണ്ണിൽ കൊടുത്തു, പക്ഷെ ആ മണ്ണിൽ കോൺടാക്ട് ചെയ്യുന്ന അടുത്ത pH ആയിരിക്കും ബാലൻസ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ അതിൻ്റെ റിസൾട്ട് വരും. പക്ഷേ pH ബൂസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2 ആഴ്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് കാണുന്നത്. എന്നാലും 5 ദിവസം കഴിയുമ്പോൾ തന്നെ പ്രകടമായ വ്യത്യാസം കാണും. നമുക്ക് ചെടികൾ നല്ല രീതിയിൽ വളരാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ നല്ല പച്ചപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് മഗ്നീഷ്യം ഉണ്ട്. മഗ്നീഷ്യമാണ് നല്ല രീതിയിൽ ഹരിതകം കൊടുക്കുന്നത്. നല്ല രീതിയിൽ ചെടികൾക്ക് നല്ല പച്ചപ്പ് ഉണ്ടാവും. ചെടികൾ എല്ലാ മൂലകങ്ങളും പെട്ടെന്ന് വലിച്ചെടുക്കും. കാരണം ഈ സൂക്ഷ്മജീവികൾ അവിടെ പ്രവർത്തിച്ച് അങ്ങനെ വരും. പിന്നെ ധാരാളം പെൺപൂക്കൾ ഉണ്ടാകും. ഈ ഉണ്ടാകുന്ന പെൺപൂക്കൾ, ഇപ്പം ഫലവൃക്ഷങ്ങളുടെ കാര്യം ആണെങ്കിൽ തെങ്ങ് അങ്ങനത്തെ എല്ലാത്തിനും അങ്ങനെ ഉണ്ടാകുന്ന പെൺപൂക്കൾ പൊഴിയാതിരിക്കുകയും ചെയ്യും. നല്ല രീതിയിൽ അതെല്ലാം കായ്ഫലമാകുകയും ചെയ്യും. കാരണം ഇത് ഇങ്ങനെ അനങ്ങാതെ, അതായത് ധാരാളം വളം ഉണ്ടേ പോലും അതിനെ എടുക്കാൻ മേലാത്ത രീതിയിൽ അവിടെ കിടക്കുന്നത് കൊണ്ട്, അത് എടുക്കാതിരുന്നത് കൊണ്ടാണ് ഇതുപോലെ അങ്ങനെ നിന്നത്, മുരടിച്ച് നിന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വേരുകളും വളരെ മോശമായി പോകും. കാരണം കീടബാധ കൂടും. pH കുറവാണുള്ളിടത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എല്ലാവിധ കീടങ്ങളും അതേ തന്നെ വരും. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ചെല്ലിയാണെ പോലും pH കുറവുള്ള തെങ്ങിൽ ആയിരിക്കും ആക്രമിക്കുന്നത് കൂടുതൽ. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടിന് കട്ടി കുറവാണ്. പക്ഷെ ഈ pH കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാൽസ്യം കാർബണേറ്റ് എന്ന് വെച്ചാൽ അതിനകത്തെ കാൽസ്യമാണ്. കാൽസ്യം ഈ ചെടിയിലേക്ക് ചെല്ലുമ്പോൾ ചെടിക്ക് നല്ല ബലം കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ കുത്തുമ്പം അതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് അങ്ങനെ കുത്തത്തില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ pH ബൂസ്റ്റർ ഉപയോഗിച്ച് pH ബാലൻസ് ചെയ്ത ചെടികളെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല പച്ച നിറമായിരിക്കും, നല്ല വളർച്ചയായിരിക്കും. അതോടൊപ്പം തന്നെ ഒരുവിധമുള്ള കീടങ്ങളൊന്നും അതിനെ ആക്രമിക്കത്തില്ല. കാരണം ഇത് തന്നെ അതിന് pH ഇതായുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ pH ബൂസ്റ്റർ ഉപയോഗിച്ച് നമ്മുടെ മണ്ണിനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ സോയിൽ എക്കോളജി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. എന്നാലാണ് അത് ജൈവ കൃഷിയിലെ വിജയം. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് pH ബൂസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം പലരും ചോദിച്ചു ഈ pH ബൂസ്റ്ററും അക്വ pH തമ്മിലുള്ള വ്യത്യാസം എന്താന്ന്. നമുക്ക് അതും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. pH ബൂസ്റ്ററിൻ്റെ അകത്ത് നമുക്കറിയാം കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. അതായത് കക്കയും മറ്റേ നമ്മളുടെ
അക്വ പി എച്ചും തമ്മിലുള്ള വ്യത്യാസം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജസ്ഥാനിൽ നിന്നുള്ള പ്യുവർ ആയിട്ടുള്ള പാറപ്പൊടിയാണ്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ്, സിലിക്കയും ആണുള്ളത്, മഗ്നീഷ്യം കുറച്ച്. പക്ഷേ നമ്മളുടെ കക്കയുടെ അകത്ത് നമുക്കറിയാം കടലിനെയും കായലിനെയും ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് കക്കകളാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ധാരാളം സൂക്ഷ്മ ജീവികളും അതിനകത്ത് വളരുന്നുണ്ട്. കാരണം നമ്മളത് പച്ചയ്ക്ക് തന്നെയാണ് പൊടിച്ചത്. നമ്മൾ മറ്റേ നീറ്റുവാണെങ്കിൽ മാത്രമേ ഇതൊക്കെ ചത്തുള്ളൂ. ഇത് പച്ചയ്ക്ക് തന്നെ പൊടിച്ചുള്ള സൂക്ഷ്മ ജീവികളും അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്ത് സൂക്ഷ്മ മൂലകങ്ങളും ഉണ്ട്. അതാണ് അതിലെ വ്യത്യാസം. അപ്പോൾ ചിലപ്പം നമ്മൾ ചോദിക്കും, ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം pH കുറവാണല്ലോ, എന്നിട്ടും ഞങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്, കാഫലം ഉണ്ട് എന്നൊക്കെ. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, pH കുറഞ്ഞ സ്ഥലത്ത് വളരുന്ന ചെടികൾ അല്ലെങ്കിൽ ഏത് വിളയാണെങ്കിലും അത് മണ്ണിൽ നിന്ന് അതിനകത്ത് ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കുന്നു. അതൊരു വലിയ പ്രശ്നമാണ്. ഈ ഹെവി മെറ്റൽസിനെ വലിച്ചെടുത്ത ആ ഫ്രൂട്ട്സ് ആ ചെടിയിലും അതുണ്ടാവും. അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്കും ഇതേപോലെയുള്ള ഹെവി മെറ്റൽസ് വരികയും നമുക്ക് പല തരത്തിലുള്ള രോഗങ്ങൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരക രോഗങ്ങൾ വരെ, കിഡ്നി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരാനായിട്ട് ഈ ഹെവി മെറ്റൽസ് കാരണമാക്കുക. അതുകൊണ്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ pH ബൂസ്റ്റർ ഉപയോഗിച്ച് pH ബാലൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ pH ബൂസ്റ്ററിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ ഞാൻ പറഞ്ഞു 104% ആണ്. ഇനി ആർക്കെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പിന്നെ ഒരു മിനിറ്റ്, ഇപ്പൊ pH ബൂസ്റ്റർ ഉപയോഗിക്കേണ്ടത് എത്രയാന്ന് പറയുന്നത്. നമുക്ക് pH ബൂസ്റ്റർ ഉപയോഗിക്കേണ്ടത് എപ്പോഴും മുകളിൽ വിതറി, അതായത് ഒരു ചെടിയിൽ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മുകളിലേക്ക് നോക്കുക, അതിന്റെ ഇലച്ചാർത്ത് എത്ര ദൂരമുണ്ട്. ഇലച്ചാർത്ത് എന്ന് പറഞ്ഞാൽ ഇല എത്ര ദൂരം ഉണ്ടോ അത്രയും ദൂരം. ശരിക്കും പറഞ്ഞാൽ ഒരു ചെടിയിൽ വളത്തെ വലിച്ചെടുക്കണ ഏറ്റവും നല്ല വേരുള്ളത് ഈ ഇലച്ചാർത്തിന്റെ അത്രയും ദൂരത്തിലായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ ഇലച്ചാർത്തിന്റെ അവിടുന്ന് അകത്തോട്ട് നമ്മൾ വിതറി ഒരിക്കലും കൂട്ടിയിടരുത്. കാരണം ഇത് കോണ്ടാക്ട് ചെയ്യുന്ന അടുത്തേ മാത്രമേ pH ബാലൻസ് ചെയ്യുള്ളൂ. അപ്പൊ വിതറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അത്രയും അകലത്തിൽ. ഇനിയിപ്പോ തണ്ടയിൽ കുറച്ച് വീണാലും പേടിക്കാനൊന്നുമില്ല. ഒരു കാരണവശാലും കുമ്മായം പോലെ പൊള്ളിപ്പോവുകയോ നശിക്കുകയോ ഇല്ല. പിന്നെ കുറച്ച് കൂടിയാലും പേടിക്കാനില്ല. കാരണം എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം നമുക്ക് എക്സ്റ്റൻഷൻ. ഞാൻ പറഞ്ഞല്ലോ, pH ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 വർഷം വരെ അതിന്റെ pH ബാലൻസ് ചെയ്യാൻ പറ്റും. മറ്റേതാണെങ്കിൽ 45 ദിവസമേ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ കുറച്ച് കൂടുതൽ ഇട്ടാലും പേടിക്കാനില്ല. അത് 1.5 വർഷത്തേക്കോ അങ്ങനെ അത് അത്രയും തന്നെ എക്സ്റ്റെൻഡ്. കാരണം അതിനകത്ത് 7 തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തേച്ച് ബാലൻസ് അത് അവിടെ കിടക്കത്തേ ഉള്ളൂ. അതാണ് അതിലെ പ്രത്യേകത. ഇനി സംശയമുണ്ട് ചോദിച്ചു. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. 4.5 മുതൽ 5 pH ഉള്ളിടത്ത് തെങ്ങിനും കവുങ്ങിനും ഒക്കെ എത്ര കിലോ pH ബൂസ്റ്റർ ഉപയോഗിക്കേണ്ടി വരും? 4.5 മുതൽ 5 വരെയാണ് pH എങ്കിൽ നമുക്കൊരു 3.5-4 കിലോ, അതായത് 4.5 കിലോ അതായത് നമ്മൾ ഈ pH ബൂസ്റ്റർ അതുപോലത്തെ ജൈവ വളങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് കൃത്യമായ ഒരു കണക്കില്ല. മനസ്സിലായോ? അത് നമ്മൾ കർഷകന്റെ കയ്യിലെ പൈസ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 കിലോ ഇട്ടെന്ന് ഓർത്തോ, അല്ലെങ്കിൽ ഒരു 3 കിലോ ഇട്ടെന്ന് ഓർത്തോ. 3 കിലോ ഇട്ടാൽ അത്രയും നാള്, 6 മാസം അല്ലെ 8 മാസം. എന്നാൽ നമ്മൾ ഒരു 4 കിലോയാണ് ഇടുന്നെങ്കിൽ അത് 1 വർഷം. അതായത് അത് എത്ര ഇട്ടാലും അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് കൂടുതലായിട്ട് അതിന്റെ ഗുണം. വെൽക്കം. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. സംശയമുണ്ടോ? ഇപ്പൊ pH എന്താന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഒരളവ് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയപ്പോൾ മുതലാണ് ഈ pH എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും ആളുകളിലേക്ക് pHനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുവിധം ആളുകൾക്കല്ല ഈ pH എന്താണെന്ന് അറിയാം. നേരത്തെ മണ്ണിന്റെ പുളിപ്പെന്നും പറഞ്ഞ് നമ്മൾ ആ രീതിയിൽ ആയിരുന്നു വിചാരിച്ചത്. ഇപ്പോഴാണ് എല്ലാവരും ഈ ഒരു വേർഡ് കേൾക്കുന്നത്, pH.
pH booster ഇടുമ്പോഴത്തേക്ക് കക്ക പൊടിച്ചത് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല സാറേ, അതായത് ഞാൻ പറഞ്ഞല്ലോ കക്കാപ്പൊടിയും pH ബൂസ്റ്ററുമായിട്ടുള്ള 2-3 വ്യത്യാസങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ pH ബൂസ്റ്ററിനകത്ത് അടങ്ങിയിരിക്കുന്നത് കക്കാപ്പൊടി എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ആണ്. ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ, pH ബൂസ്റ്ററിന്റെ ന്യൂട്രീഷൻ വാല്യൂ 104% ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് ഓർഗാനിക് കാർബൺ ഉണ്ട്. നമുക്കറിയാം ഏത് ചെടിയും നമ്മുടെ മണ്ണിൽ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് ഓർഗാനിക് കാർബൺ. ഈ ഓർഗാനിക് കാർബൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കെമിക്കൽ നെയിം ആണെങ്കിലും അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളും ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളും അവ തന്നെയും ജീവജാലങ്ങളുടെ ഉച്ഛിഷ്ടങ്ങളും അതെല്ലാം മണ്ണിൽ ചേരുന്നതാണ് ഈ അതായത് ഓർഗാനിക് കാർബൺ. മനസ്സിലായി? ഈ കരിയിലയും ആട്ടിൻകാഷ്ടവും കാടക്കാഷ്ടവും ചാണകവും ഇങ്ങനെ നമ്മളുടെ പച്ചക്കറി വേസ്റ്റും ഇതെല്ലാം മണ്ണിൽ ചേരുന്നതാണ് ഈ ഓർഗാനിക് കാർബൺ. മനസ്സിലായോ? അപ്പം നമ്മുടെ മണ്ണിന് നമ്മുടെ pH ബൂസ്റ്ററിനകത്ത് ഉള്ളത് ഓർഗാനിക് കാർബൺ ഉണ്ട്. ആ ഓർഗാനിക് കാർബൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേണ്ടതാണ് പിന്നെ കാൽസ്യം കാർബണേറ്റ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ pH ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഇതും. പിന്നെ നമുക്ക് അതിനകത്ത് സൂക്ഷ്മ മൂലകങ്ങളുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തുള്ള മഗ്നീഷ്യം. ഈ മഗ്നീഷ്യം തന്നെയാണ് ചെടികളിൽ നല്ല രീതിയിൽ പച്ചപ്പ് ഹരിതകം കൊടുക്കുന്നത്. pH ബൂസ്റ്റർ ഇടുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ബയോഗ്രീൻ ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായത് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോഗ്രീൻ നമ്മൾ ഇട്ടോണ്ടിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് വരുന്ന ബയോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ആണുള്ളത്. ഈ ബയോ പവർ ഇടണം. അപ്പൊ ആ ബയോ പവറിനകത്ത് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് കാൽസ്യം, അതായത് കാൽസ്യം മഗ്നീഷ്യം കാർബണേറ്റ് ആണ് ഡോളോമൈറ്റ് അഥവാ ബയോഗ്രീൻ. അപ്പം ഇപ്പം അതെല്ലാം ആഡ് ചെയ്താണ് ബയോ പവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വരുന്ന ബയോ പവർ ഇടുമ്പോൾ ബയോഗ്രീൻ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ബയോ പവറും pH ബൂസ്റ്ററും പിന്നെ ഭൂമിത്ര അല്ലേ? ഇത് മൂന്നാണ്. അത് മൂന്നും കൊടുക്കണ്ട. നമ്മളിപ്പം കൊടുക്കുമ്പോ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന, അതായത് നമുക്ക് ഒരുവിധം മെച്യൂർ ആയ ചെടികൾക്ക് pH ബൂസ്റ്ററും ബയോ പവറും മാത്രം കൊടുത്താലും മതി. എന്നാൽ ഈ വളർച്ചാ സ്റ്റേജിലുള്ളതിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഭൂമിത്രയും അതോടൊപ്പം തന്നെ pH ബൂസ്റ്ററും കൊടുക്കാം. നമ്മൾ ഇത് മൂന്നും ഒരു പ്രൊപ്പോർഷൻ വെച്ചിട്ട് പറയുന്ന രീതിയിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഈ പൊട്ടാസ്യം ശരിക്കും എക്സ്ട്രാ പിന്നെ കൊടുക്കണ്ടേ ശരിക്കും? അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഈ ബയോ പവർ കൊടുക്കുന്നുണ്ടല്ലോ, ബയോ പവറിനകത്ത് ധാരാളം പൊട്ടാസ്യം ഉണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും അതിനകത്തുണ്ട്. നമ്മൾ ഓർഗാനിക് രീതിയിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കെമിക്കലായിട്ടൊരു സാധനം ആഡ് ചെയ്യുകയല്ല ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി കാണുവാണെങ്കിൽ, ഇപ്പം പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് ഇലകളുടെ അരികു ഭാഗം കരിഞ്ഞു വരിക, അതുപോലെ തന്നെ ഫ്രൂട്ടണിങ്, അതായത് ചെടികളിൽ കായ്ഫലം കുറയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ കായകൾ പൊഴിഞ്ഞു പോവുക, അങ്ങനെയൊക്കെയാണ്. അപ്പം സാധാരണഗതിയിൽ ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് എക്സ്ട്രാ നമുക്ക് വളരെ കുറവായിട്ട് തോന്നുവാണെങ്കിൽ, അതായത് ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്മുടെ തന്നെ ജീവാണു വളങ്ങളിലുണ്ട് കെ പവർ ബൂസ്റ്റ്, അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ബയോ പൊട്ടാഷ് കിട്ടും, ഓർഗാനിക്കാണ്, അതിട്ട് കൊടുക്കണം. ഇപ്പൊ ഞാനിവിടെ ഒരു ഹൈബ്രിഡ് തെങ്ങിൻ തൈ ഉണ്ട്, 2-3 വർഷമായിട്ട് കായ്ക്കുന്നുണ്ട്. ആദ്യമൊക്കെ അതിൽ നല്ല കായ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് പിന്നെ ആയപ്പോഴത്തേക്ക് ഈ വെള്ളയ്ക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10, 60, 70 എണ്ണം അതിനകത്ത് വരും. പക്ഷെ അതിനകത്ത് ഒരു 4-5 എണ്ണം മാത്രമേ വലുതാവുള്ളൂ. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ നിൽക്കും, തൊഴിഞ്ഞു പോകത്തില്ല, പച്ചയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, വലുതാവില്ല. അതെ, അതൊരു രോഗമാണ് സാറേ. അതായത് അതിൽ തന്നെ ഉണങ്ങി നിൽക്കുന്നതല്ലേ, കൊലഞ്ഞിലിൽ തന്നെ വെള്ളയ്ക്ക ഉണങ്ങി നിൽക്കുന്നതാണ്. അല്ല, ഉണങ്ങൂല, പച്ചയായിട്ട് തന്നെ നിൽക്കും, വലുതാവൂല. അത് ബോറോൺ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ മൂലകത്തിന്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ ഈ ബയോഗ്രീനും പിന്നെ pH ബൂസ്റ്ററും പിന്നെ ഭൂമിത്ര ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിടുമ്പോഴത്തേക്ക് പിന്നെ എക്സ്ട്രാ ഇത് വീണ്ടും ഇടേണ്ടി വരും അല്ലേ? അതായത് നമ്മള് തെങ്ങിനാണെങ്കിൽ ഒരു 150 ഗ്രാം, അല്ലെങ്കിൽ ഒരു വലിയ ചെറിയ തെങ്ങാണോ? ചെറുത്, ഒരു 6 വർഷമേ ആയിട്ടുള്ളൂ. അതാ വെച്ചാ ഒരു 150 ഗ്രാം നമ്മളുടെ ബോറാക്സ് കിട്ടും. അതും ജൈവമാണേ, അത് നിങ്ങൾ രാസമാണെന്നൊന്നും ഓർക്കണ്ട. അത് വെറുതെ ഒഴിക്കരുത്. എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബോറേറ്റ് ആയിട്ട് ഇവാപ്പറേറ്റ് ചെയ്തു. അത് ഏതെങ്കിലും ജൈവ വളത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് കുറച്ചിട്ട് കൊടുക്കുക.
അതായത് ഞാനത് നമ്മൾ ഒരു എന്തെങ്കിലും ഇട്ട് കൊടുത്താലും കൂടുതൽ ഡെഫിഷ്യൻസി കാണിക്കുമ്പോ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഞാൻ വെള്ളത്തിൽ കലക്കിയാണ് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ഒഴിക്കാൻ പാടില്ല അല്ലേ? അങ്ങനെയല്ല, അങ്ങനെ വെച്ചാൽ ബോറേറ്റ് ആയിട്ട് അത് ഇവാപറേറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു. എപ്പോഴും ജൈവ വളത്തിന്റെ കൂടെ മിക്സ് ചെയ്തേ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വേറെ തെങ്ങിന്, അതായത് കാർഷികളയിൽ നിന്ന് കിട്ടിയ പണ്ട് വാങ്ങിയ തൈകളാണ്. അത് കോമാഡൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അന്ന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്ന ഒരു തെങ്ങൻ തൈയാണ്. പക്ഷെ ഞാൻ 10 എണ്ണം വെച്ചതിൽ 6 എണ്ണം വെട്ടിക്കളഞ്ഞു. കാരണം അത് ഒരു വർഷത്തിൽ 10 തേങ്ങ കൂടുതൽ കിട്ടത്തില്ല. അപ്പൊ അതിൽ ഒരെണ്ണത്തിൽ മാത്രം കുറച്ച് കായ കിട്ടുന്നുണ്ട്. അതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ നല്ല ഉണങ്ങി നമ്മൾ തേങ്ങ പൊതിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കണ്ണ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. അപ്പൊ ഉടച്ചു നോക്കുമ്പോഴത്തേക്ക് അകത്ത് ശരിക്കുള്ള തേങ്ങയുടെ ഒരു വിസിബിലിറ്റി അല്ല, കുറച്ച് കേട് വന്ന മാതിരി ഇരിക്കും. ഈ കണ്ണ് ചിലത് വന്നിട്ട് പൊട്ടിയും ഇരിക്കും. അത് തൊണ്ട് അതിന്റെ ഷെല്ല് കുറച്ച് പൊട്ടിയും ഇരിക്കും. അത് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയും കാണാം, അല്ലെങ്കിൽ ബോറോൺ. ഈ രണ്ട് കൊണ്ടും നമുക്ക് അങ്ങനെ വരാം. കാരണം സാറിന്റെ അടുത്ത് pH ബാലൻസ് ആണെങ്കിൽ പിന്നെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരൂല. അപ്പൊ ഈ ബോറോൺ തന്നെയാ പ്രശ്നം. സാർ അവിടെ മണ്ണ് ടെസ്റ്റ് ചെയ്തായിരുന്നോ? മണ്ണ് ടെസ്റ്റ് ചെയ്തോ? മണ്ണിനകത്ത് pH നമ്മുടെ ഈ ഏരിയ pH ഏകദേശം ഒരു 5.9 to 6.2 ആ റേഞ്ചാണ് വന്നത് 2 പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോഴും. അത് കുറവാ സാറേ. നമ്മൾ 7 ആക്കണം. 6.5നും 7.5നും ഇടയ്ക്കാണെങ്കിലും നിർത്തണം. കാരണം നമുക്കറിയാം ഇംഗ്ലീഷ് വെജിറ്റബിൾസ് എന്ന് പറയും, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഇമാതിരിയുള്ള സാധനങ്ങൾക്കെല്ലാം pH 8 വേണം. എന്നാൽ മറ്റുള്ള ഇപ്പൊ നെല്ല്, മറ്റേ മുളക്, അതോടൊപ്പം തന്നെ തേയില, ഇതിനൊക്കെയാണെങ്കിൽ 6 മതി. എന്നാൽ ഒരുവിധമുള്ള എല്ലാ തെങ്ങ് അമാതിരി എല്ലാത്തിനും pH 7 ആകണം. 7നോട് അടുത്തല്ലെങ്കിലും ആകണം. അത് ഇതിപ്പം കാൽസ്യത്തിന് ഡെഫിഷ്യൻസി ഉള്ളതും അത് പ്രശ്നം. അതാ ഞാൻ വിചാരിച്ച് pH നോക്കിയപ്പോ 7 ആയിട്ടുണ്ടാവും. അല്ല, ഈ pH ഞാൻ ഈ മലക്കറിയെല്ലാം നടന്നത് പോട്ടിലാണ്. അപ്പൊ അതിനകത്തെല്ലാം pH കറക്റ്റ് ആണ്. പക്ഷെ ഈ താഴെ മണ്ണിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ ഇപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ പെയ്യുന്ന കാരണം ഇട്ട് ചിലപ്പം ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഹെവി റെയിൻ വരണം. അപ്പൊ ഇടുന്നത് മണ്ണിൽ നിൽക്കാതെ തന്നെ അത് താഴോട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നല്ല മഴക്കാലത്താണെങ്കിൽ അത് ഒഴുകിയും പോകും. മനസ്സിലായോ? ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH ബൂസ്റ്റർ ഇട്ടിട്ട് നല്ല മഴക്കാലാണെങ്കിൽ എന്തെങ്കിലും ഓലയോ ആമാതിരി സാധനങ്ങൾ ഒരു തടം ചേർത്ത് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക, ഒഴുകി പോകാതിരിക്കാൻ. ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ സാറേ. തെങ്ങ് പോലെയുള്ള അല്ല, ഈ മണി പ്ലാന്റില് വെറൈറ്റിയാണ്. അതിന്റെ ഇല ഇങ്ങനെ ദ്വാരങ്ങളുള്ള ഒരു ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഇന്റീരിയർ ആയിട്ട് വെക്കുന്നതാണ്. പക്ഷെ അത് നന്നായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങോട്ട് ശോഷിച്ച് അങ്ങ് വല്ലാതായി പോകുന്നു. അതിന് എന്തിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുക? അത് നിങ്ങൾ വെള്ളത്തിലാണോ വെച്ചിരിക്കുന്നത് അതോ താഴെ നട്ടിരിക്കുവാണോ? അല്ല, മണ്ണില പോട്ടിനകത്താ. പോട്ടിനകത്താ. അത് സാർ അതിന്റെ pH ഒന്ന് നോക്ക്. pH നോക്കിയിട്ട് കുറവാണെങ്കിൽ എന്തോ ലിറ്റ്മസ് പേപ്പർ വെച്ച് നോക്കിയാൽ മതിയോ? അല്ല, ലിറ്റ്മസ് സാറിന്റെ സ്ഥലം എവിടെയാ? പള്ളിക്കര. ഏത് ജില്ലയാ? കുന്നത്താട് വില്ലേജ്. ജില്ല കുന്നത്താട് വില്ലേജ്, എറണാകുളം ഡിസ്ട്രിക്ട്. അപ്പം അവിടെയുള്ള ഞാൻ ആരോടെങ്കിലും പറയാം, അവിടെ ഒന്ന് നോക്കാൻ പറയാം. സാറിന് വേറെ എന്തൊക്കെയാ കൃഷിയുള്ളത്? അവിടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാ മതിയോ? കൃഷിഭവന് നിങ്ങളുടെ മണ്ണ് കൊണ്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്യിച്ചാലും മതി. വന്ന് നോക്കൂ. മാഡം, ഒരു സംശയം. നമ്മൾ ജൈവവളങ്ങളോ ഏതെങ്കിലും കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റുമോ? അത് ഏതാ? ബോറാക്സാ? അല്ല, ജൈവവളത്തിന്റെ കൂടെ നമ്മുടെ pH ബൂസ്റ്ററും കൂട്ടി കൊടുക്കാൻ പറ്റുമോ? പറ്റും.
ജൈവവളത്തിന്റെ കൂടെ അതല്ല ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്. നമുക്ക് കുമ്മായവും മറ്റതുമായിട്ടുള്ള വ്യത്യാസം. കുമ്മായം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെ 15 ദിവസം 18 ദിവസം വെയിറ്റ് ചെയ്യണം, എന്നിട്ടേ വളങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ, ഏത് വളമാണെങ്കിലും. എന്നാല് നമ്മുടെ pH ബൂസ്റ്റർ ജൈവവളം, പക്ഷെ രാസവളം കൊടുക്കാൻ പറ്റൂല കേട്ടോ. ജൈവവളം ആണെങ്കിൽ നമ്മള് ജൈവ കൃഷി ആയതുകൊണ്ട് രാസവളം നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ജൈവവളം നമുക്ക് pH ബൂസ്റ്ററിന്റെ കൂടെ മിക്സ് ചെയ്ത് വേണേലും കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഈ pH മീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്താൽ ഏതാണ്ട് അക്യുറേറ്റ് ആയിട്ട് കിട്ടുമോ? അത് ഡിജിറ്റൽ ആണല്ലോ. ഡിജിറ്റൽ ആയിട്ട് സോളാർ അത്ര അക്യുറേറ്റ് അല്ല കേട്ടോ. ഞാനൊരു സോളാർ വാങ്ങിയിരുന്നു, പക്ഷെ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ വരുന്നത്. പക്ഷെ ഡിജിറ്റൽ ആയിട്ടുള്ളതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഈ മേൽമണ്ണ് മാത്രമേ നോക്കാവുള്ളൂ. നമ്മൾ പലരും ഇത് നോക്കുന്നതിലും വ്യത്യാസമുണ്ട്. ഈ pH മീറ്റർ വെച്ചിട്ട് ആ മേൽമണ്ണിന്റെ അവിടെ ഇച്ചിരി സ്ലാൻഡിങ് ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ ചുമ്മാ കുത്തി താത്തരുത്. മേൽമണ്ണിൽ മാത്രമേ ചെടികളുടെ നമുക്ക് pH ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി സംശയം ആർക്കെങ്കിലും ഉണ്ടോ ചോദിച്ചോളൂ. ഈ റംബുണ്ടാൻ ധാരാളമായി കൃഷി ചെയ്യുന്ന കർഷകനാണ് ഞാൻ. പറഞ്ഞു. ഹലോ. കേക്കാം സാറേ. ധാരാളം കായ്ഫലം ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് കുഴിഞ്ഞു പോകുന്നു. മഴ സീസണിൽ കുഴിഞ്ഞു പോകുന്നു. അതിന് കാരണം എന്താണ്? അതായത് 2 കാരണങ്ങൾ കൊണ്ട്. ഒന്നുകിൽ ബോറോണിന്റെ ഡെഫിഷ്യൻസി ആവാം, അതല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി ആകാം. അപ്പൊ രണ്ടും ഡെഫിഷ്യൻസി നിങ്ങൾക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മണ്ണ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ pH ബൂസ്റ്ററും ഭൂമിത്രയും കൃത്യതയോടെ 2 തവണ കൊടുക്കുന്നതാണ് വർഷത്തിൽ. കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ല കായ്ഫലമുണ്ട്. ചെടി നല്ല തഴച്ചു വളരുന്നു. പിന്നെ ധാരാളം മഴ സീസണിലാണത് ധാരാളം പൊഴിഞ്ഞു പോകുന്നു. മഴ സീസണിലാണെങ്കിൽ അത് ഫംഗസാ സാറേ. മഴ സീസണിൽ അതായത് ഇതിന് ഭയങ്കര മഴയുള്ളപ്പം നിങ്ങൾ വീഴുന്ന ഒരു റംബൂട്ടാൻ എടുത്ത് നോക്കണം. ആ റംബൂട്ടാന്റെ എൻഡ് ഭാഗത്ത്, അതായത് ഇതിന്റെ നമ്മള് എന്താ പറയുക, അവിടെ കറുത്ത നിറം ഉണ്ടോ എന്ന് നോക്കണം. കറുത്ത നിറം ഉണ്ടെങ്കിൽ അത് ഫംഗസ് ആണ്. പക്ഷെ ഒന്നുമില്ലാതെ ചുമ്മാ നല്ല ഗ്രീൻ ആയിട്ട് തന്നെയാണ് താഴെ വീണതെങ്കിൽ അതാണെങ്കിൽ ഫംഗസ് അല്ല, നമ്മുടെ ഡെഫിഷ്യൻസിയാണ്. അത് അങ്ങനെ പ്രത്യേകിച്ച്, അതായത് അവിടെ ഓൾറെഡി കുറെ കിടക്കണ്ട അതെടുത്ത് നോക്കരുത്. നിങ്ങൾ അതെല്ലാം മാറ്റിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു പടുതയോ എല്ലാം വിരിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വീഴുന്നതിനെ മാത്രം എടുത്ത് നോക്കണം. അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഫംഗസ് ആണോ മറ്റേതാണോ. അതുപോലെ തന്നെ സൾഫേറ്റ് SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒന്ന് മിസ്റ്റ് രൂപത്തിലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാ. കാരണം സൾഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുവിധം ഫംഗസ്, അതായത് അതാ നമ്മുടെ മേത്ത് തന്നെയാണേലും എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സൾഫർ അടങ്ങിയ ഓയിന്റ്മെന്റ് ചേർക്കണം. അതായത് അത് ഫംഗസ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് നമ്മൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്ത് ഇത് കൊടുക്കണ്ട, ചെടിയുടെ ചോട്ടിലല്ല ഇലയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടി സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം ഇലയുടെ അടിയിലാണ് ടൊമാറ്റോ ഉള്ളത്. എന്തോ ചെടിയുടെ അടിയിലാണോ കൊടുക്കേണ്ടത്, ടോപ്പിലാണോ? ടോപ്പില്. അതായത് നമ്മൾ മണ്ണിനെ ഒരിക്കലും ചെയ്യരുത്. മണ്ണ് നമ്മൾ ജൈവവളം മാത്രം ഇട്ട് സംരക്ഷിക്കുക. പിന്നെ വളരെ ഡെഫിഷ്യൻസി ഇങ്ങനെ കാണുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഇലയുടെ അടിയിൽ, അതായത് ഞാൻ പറഞ്ഞത് വളരെ ക്രിട്ടിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ SOP 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയില് ചെടികളുടെ ഇലകളുടെ അടിയിൽ കുളിപ്പിച്ച് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മാഡം, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറച്ച് അസിഡിറ്റി ഉള്ള മണ്ണാണ് നല്ലതെന്ന് ഞാൻ 1-2 സ്ഥലത്ത് വായിച്ചു. അത് ശരിയാണോ? നമുക്ക് ഏത് പ്ലാന്റിനാണേലും ശരിക്കും 7 തന്നെയാണ് നല്ലത്. ഡ്രാഗൺ ഫ്രൂട്ടിൽ ശരിക്കും ഈ ഒരു തരം ഫംഗസ് വരും. അതായത് ശരിക്കും ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ വരുന്ന ഫംഗസിനെ ഒരു കാരണവശാലും നഖം കൊണ്ടെടുത്ത് കളയരുത്. അത് മനുഷ്യരിലേക്കും പകരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതൊരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞപ്പം ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. നമ്മളുടെ ചിലര് ഇത് ഇങ്ങനെ അറിയാലോ, അതിൻ്റെ ഒരു കളറും ചേഞ്ച് വന്നിട്ട് അതിൻ്റെ
ഞരമ്പ് മാത്രമായിട്ടൊക്കെ നിൽക്കും. ആ സന്ദർഭങ്ങളിൽ കാണുമ്പോൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും, ആ നഖം കൊണ്ട് അതിനെ ഇങ്ങനെ ചെയ്യും. പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത്. അത് നഖത്തിൽ കൂടി നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഒരു പ്രത്യേകതരം ഫംഗസ് ആണ് അത്. നമ്മളിപ്പം പറഞ്ഞപ്പോൾ ഓർത്തപ്പം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്കിത് ചെയ്യേണ്ടത് എന്താ, pH 7 തന്നെയാണ് എപ്പോഴും സേഫ്. ഏത് സാധനത്തിലും മണ്ണാണല്ലോ ഇത് ചെയ്യുന്നത്. സാറേ നമ്മള് ഇത് ചെടിയെ അല്ല ഇത് ആശ്രയിക്കുന്നത്, മണ്ണിനെയാണ് ആശ്രയിക്കുന്നത്. മണ്ണിൽ വളരുന്ന സൂക്ഷ്മജീവികളെയാണ് നമ്മൾ ഈ ചെടികൾക്ക് പറഞ്ഞത്. അല്ല ഓരോ പ്ലാന്റിനും അങ്ങനെ ഒരു ഇതില്ല. ഈ സുഡോമോണസ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് ശരിക്കും നമ്മുടെ ഉള്ളിൽ പോവാതെ സൂക്ഷിക്കണ്ടേ? അത് കുറച്ച് നമ്മള് ജീവാണുവളങ്ങളെല്ലാം ഉപയോഗിക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാസ്കും അതോടൊപ്പം തന്നെ കയ്യുറയും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എപ്പോഴും. കുഴപ്പമൊന്നും ഇല്ല, എങ്കിലും ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മാത്രം റിപ്പോർട്ട് ഉണ്ട്. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. നഖത്തിന്റെ ഇടയിൽ കൂടി കയറും. അത് മഴ സമയത്താണ് കൂടുതൽ, അതിന്റെ മൂടാണ് ഇങ്ങനെ അഴുകി വരുന്നത്. അത് നമ്മളിപ്പം എന്തെങ്കിലും കയ്യറ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സ് കൊണ്ട് ഇങ്ങനെ തോണ്ടിയോ എല്ലാം ചെയ്യുക. പലരും ഇത് കാണുമ്പോഴുള്ള ആ ഒരു ആങ്സൈറ്റിയിൽ നഖം കൊണ്ട് ചെയ്യും, എന്നിട്ട് അത് അസുഖങ്ങൾ വന്നതായിട്ട് പറയുന്നുണ്ട് ഫംഗസ്. അതിനെ പ്രതിവിധിയായിട്ട് ചെയ്യുന്നത് കോപ്പർ ഓക്സി ക്ലോറൈഡ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫൈട്രാൻ COC അത് നമ്മുടെ ക്യൂർ പ്ലസ് നല്ലതാ. ക്യൂർ പ്ലസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ എപ്പോഴും ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയല്ല ഏത് ചെടി നടുമ്പോഴും നമ്മൾ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അറിയാവോ? ട്രൈക്കോഡർമ അത് നമ്മുടെ ജൈവ വളത്തോടു കൂടി സമ്പുഷ്ടീകരിച്ച് എല്ലാ ചെടികളുടെയും ചോട്ടിലേക്ക് ഇട്ട് കൊടുത്തേക്കുക പ്രിക്കോഷനായിട്ട്. പിന്നെ വലിയ 2 മൺസൂണിന് മുമ്പ് 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയില് ക്യൂർ പ്ലസ് 3 ml മതി. അത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ രണ്ടും നമ്മൾ ചെയ്താൽ ഒരിക്കലും ഫംഗസ് ബാധ ചെടികളിൽ വരത്തില്ല. പക്ഷേ ക്യൂർ പ്ലസ് കൊടുത്ത് ഒരു കാരണവശാലും 10 ദിവസം എങ്കിലും കഴിയാതെ വേറെ ഒന്നും ചെടികളിൽ കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ 2 ഗുണവും ഉണ്ടാവില്ല. ക്യൂർ പ്ലസിന്റെ ഗുണവും കാണുകയില്ല, വളത്തിന്റെ ഗുണവും കാണത്തില്ല. അപ്പം ഇനിയും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? മാഡം, ഹലോ മാഡം, ഈ കിണറ്റിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടും pH ബൂസ്റ്റർ? നെവർ, ഇല്ല, പാടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, കിണറ്റിനകത്ത് ഉള്ളത് നമ്മൾ ഇതിനകത്ത് ഓർഗാനിക് കാർബൺ ഉണ്ട്. സാറേ മനസ്സിലായോ? ഓർഗാനിക് കാർബൺ എന്ന് പറഞ്ഞാൽ കരി പോലെ, ഞാൻ പറഞ്ഞല്ലോ കറുത്ത് വരുന്ന സാധനമാണ് നമുക്ക് ഓർഗാനിക് കാർബൺ. ജീവജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും അവശിഷ്ടങ്ങളും അവ തന്നെ മണ്ണിൽ ചേരുന്നതാണ് ഈ ഓർഗാനിക് കാർബൺ. അതുണ്ട്. അതുകൊണ്ട് ഒരിക്കലും കിണറ്റിൽ ഉപയോഗിക്കാം. കിണറ്റിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സാധനമാണ് അക്വാ pH ബൂസ്റ്റർ. അത് ശരിക്കും പറഞ്ഞാൽ അയഡൈസ്ഡ് സോൾട്ട് പോലെ വെള്ളപ്പൊടിയാണ്. അതുണ്ട് നമുക്ക്, PSPCക്ക് ഉണ്ട്. മീൻ വളർത്തക്കാരുടെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ അക്വാ pH ബൂസ്റ്റർ. ഏറ്റവും ബെസ്റ്റ്. ഈ സാധനം മാത്രം കൊടുത്താല് പലപ്പോഴും ഈ കക്കയും മറ്റതൊക്കെ കൊടുത്താൽ മണം വരുന്നുണ്ടെന്ന് പല റിപ്പോർട്ടുണ്ട്. പക്ഷെ ഈ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ച് മീൻ കുളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരു വിഷമവും ഇല്ല. കാരണം നമുക്കറിയാം നമ്മൾ മഴവെള്ളത്തിന്റെ pH 5.5 ആണ്. അതിങ്ങോട്ട് വെള്ളത്തിലേക്ക് പെട്ടെന്ന് കൂടി വരുമ്പോൾ മീനെല്ലാം പൊങ്ങി വായും വിളിച്ചു വന്ന് ഫംഗസ് വന്ന് ചത്തുപോകുന്നുണ്ട്. ഇതെല്ലാം നിർത്താനായിട്ട് നമ്മൾ താഴെ കുറച്ച് വിതറി നമ്മുടെ അക്വാ pH കൊടുക്കാം. ഒരു കെട്ട് നമ്മള് കെട്ടിത്തൂക്കി വെച്ചു കൊടുക്കാം. ഭയങ്കര റിസൾട്ടാ. ഇപ്പൊ ഒത്തിരി പേര് എന്നെ ഇന്ന് 2-3 പേര് വിളിച്ചു പറഞ്ഞു, അവർക്ക് പുളിപ്പ് മാറി, അവരുടെ ടേസ്റ്റ്, വെള്ളത്തിന്റെ ചീത്ത ടേസ്റ്റ് മാറി ഒക്കെ പറഞ്ഞ്. നമ്മൾ പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഇല്ലേ, ആരാണോ ഉണ്ടാ സാറ്? ശിവദാസ് സാറ്. അതെ അതെ, pH അക്വാ എന്ന് വെച്ചാൽ വെള്ളം. അക്വാ pH ബൂസ്റ്റർ ആണ് നമ്മൾ വെള്ളത്തിലിടുന്നത്. ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് വെക്കുന്നത് അത് നമുക്ക് എത്ര നാൾ അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും? നമ്മൾ എപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മണ്ണിലേക്ക് ഇട്ടേ കൊടുത്തേക്കൂ. കാരണം അതിനൊരു ഫീൽഡ് ഉണ്ടല്ലോ, അത് അവിടെ കിടന്ന് വളരും. നമ്മൾ ഏത് സാധനമാണേലും വളർന്ന് എൻറിച്ചായി ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചത്തുപോകും. മനസ്സിലായോ? പിന്നെ അതിന് വളരാനുള്ള സ്ഥലം അവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വെറുതെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം അത് കൊടുക്കണം. അപ്പൊ അത് അവിടെ വളരും. മനസ്സിലായില്ലേ?
നമ്മളിപ്പോ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലിറ്റർ ട്രൈക്കോഡർമേനെ 100 കിലോ ആക്കുക സാധാരണ ചെയ്യുന്നത്. മനസ്സിലായോ? 100 കിലോ ആക്കുക. അതറിയാലോ അല്ലേ? അതൊക്കെ ഞാൻ ഈ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോ ആ കിട്ടിയ സാധനത്തിനെ നമ്മൾ എൻട്രി ചെയ്ത് ഒരു 15 ദിവസം ആകുമ്പോൾ തന്നെ മാക്സിമം നമ്മൾ ഫീൽഡിലേക്ക് ഇട്ട് കൊടുക്കുക. അത് അവിടെ കിടന്ന് വളരട്ടെ. അത് വേസ്റ്റ് ആകുമൊന്നുമില്ല. അത് അവിടെ എത്ര നാളുണ്ടോ, എത്ര നാൾ അവന് അവിടെ ലീവ് ചെയ്യാനുള്ള സാധനം കിട്ടുമോ അത്രയും നാൾ അത് അവിടെ വളർന്നു അത് ഇതായിക്കോ പെരുകിക്കോളും. അപ്പം എല്ലാവരുടെയും സംശയം ഒരുവിധം തീർന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും കൂടിയിട്ടേ PH ബൂസ്റ്ററിൽ നമ്മുടെ കണ്ടന്റോട് എന്താണല്ലോ ഒന്നും കൂടിയിട്ടൊന്ന് കൊടുത്തതെന്ന് വെച്ചാൽ പറയാമല്ലോ. PH ബൂസ്റ്ററിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രധാന കണ്ടന്റ് കാൽസ്യം, കടലിലെ മുരിങ്ങക്കക്ക അതാണ്. അതായത് കാൽസ്യം കാർബണേറ്റ്. അതിനകത്ത് കാൽസ്യം കാർബണേറ്റിനകത്ത് തന്നെ ഉള്ളത് കാൽസ്യം കാർബണേറ്റ് മാത്രമല്ല, മഗ്നീഷ്യം ഉണ്ട്. മഗ്നീഷ്യം, കാൽസ്യം കാർബണേറ്റ്, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഒരുവിധം എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കടലിനെ തന്നെ ശുദ്ധീകരിക്കുന്നത് കക്കയാണ്. അപ്പോൾ ആ കക്കയുടെ അകത്ത് എല്ലാവിധ സൂക്ഷ്മ മൂലകങ്ങളും എല്ലാം ഉണ്ട്. അത് നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ അത്രയും സാധനങ്ങൾ. പിന്നെ സൂക്ഷ്മ മൂലകങ്ങളും ഉണ്ട്, സൂക്ഷ്മ ജീവികളും ഉണ്ട്. 7 കക്കയുടെ pH 7. അതുകൊണ്ട് തന്നെ അതിലുള്ള ജീവികളും നമുക്ക് ഉപകാരപ്രദമാണ്, 7 അതുകൊണ്ട് അതും മണ്ണിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നു. പിന്നെ അതിനകത്തുള്ളത് ഓർഗാനിക് കാർബൺ, മഗ്നീഷ്യം, ഓർഗാനിക് കാർബൺ, കാൽസ്യം കാർബണേറ്റ്, അതോടൊപ്പം തന്നെ മൈക്രോ ന്യൂട്രിയൻസ്. ഇത്രയുമാണ് ഉള്ളത്. ന്യൂട്രീഷൻ വാല്യൂ ഞാൻ പറഞ്ഞു 104%. പിന്നെ ഇനി എന്താ അറിയണ്ടേ? ഈ PH ബൂസ്റ്റർ കൊടുക്കുമ്പോൾ നമുക്ക് നനഞ്ഞ മണ്ണാണോ അതോ നമുക്ക് വെള്ളം പറ്റിയിട്ടുള്ള നല്ല? അതായത് ഞാൻ പറഞ്ഞല്ലോ, സൂക്ഷ്മ മൂലകങ്ങൾ ഉണ്ട്, അതോടൊപ്പം തന്നെ സൂക്ഷ്മ ജീവികളും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ സൂക്ഷ്മ ജീവികൾക്ക് വളരാനായിട്ട് എപ്പോഴും നനവ് വേണം, ഒരിച്ചിരി നനവ് വേണം എപ്പോഴും. അത് അല്ലേ തന്നെ നമുക്കറിയാം ചെടികൾക്ക് ജീവിക്കാനായിട്ടൊരു നനവ് വേണമല്ലോ. അവിടെ ചെടി ആ നനവ് മതി, അല്ലാതെ ഒത്തിരി വെള്ളം വേണ്ട. പിന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പം ഏതാണ്ട് ഒരു 3 ദിവസത്തേക്കെങ്കിലും നനച്ചു, ഇനി മഴ ഇല്ലാത്തപ്പോഴാണെങ്കിൽ നനച്ചു കൊടുക്കണം. ഇത് നമുക്ക് സാധാരണ ഇപ്പൊ കർഷകർക്ക് എവിടെ നമുക്ക് PH ബൂസ്റ്റർ കിട്ടുന്നുള്ളത്? സാറിന്റെ സ്ഥലം എവിടെയാ? പാലക്കാട് ശ്രീകൃഷ്ണപുരം. അപ്പൊ നമ്മള് സാറിന്റെ നമ്പർ പറയുവാണെങ്കിൽ ഞാൻ അവിടെ അവരെ കോണ്ടാക്ട് ചെയ്യിക്കോളാം. പറഞ്ഞോ. 9349 99 22 80. വിശ്വനാഥ്. വിശ്വനാഥ്, ശ്രീകൃഷ്ണപുരം അല്ലേ? പാലക്കാടല്ലേ? അതെ. ഓക്കെ, ഞാൻ അവിടുത്തെ അവർക്ക് പറഞ്ഞു ചെയ്യിക്കാം കേട്ടോ. മാഡം, ഈ pH കറക്റ്റ് ആയിട്ടുള്ള മണ്ണിലല്ലേ മണ്ണിര ഒരുപാട് ഉണ്ടാകത്തുള്ളൂ? അതത്രേ ഉള്ളൂ സാറേ. നമ്മൾ മണ്ണിര വളരാനും സൂക്ഷ്മ ജീവികൾ വളരാനും ഒക്കെയാണ് ഈ pH കൊടുക്കുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മണ്ണിലൊരു നനവുണ്ടാവുള്ളൂ, മണ്ണിന് ഇളക്കം ഉണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ഇടുന്ന വളത്തെ ചെടികൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. മണ്ണിര കാണത്തില്ല. നമ്മൾ രാസവളം, അതല്ലേ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാസവളവും ജൈവവളവും ആയിട്ടുള്ള പ്രധാന വ്യത്യാസം, രാസകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളയെ ആശ്രയിച്ചാണ് കൃഷി. അത് മണ്ണുമായിട്ടൊരു ബന്ധവുമില്ല, മണ്ണൊക്കെ നല്ല കല്ല് പോലെ ഇരിക്കും. എന്നാൽ ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനെ ആശ്രയിച്ച, അപ്പം നമ്മൾ മണ്ണിലേക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് മണ്ണിന് നല്ല ഇളക്കം വരും, സൂക്ഷ്മ ജീവിയുടെ വളം വരും, അതുപോലെ തന്നെ വെള്ളത്തെ പിടിച്ചു വെക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ സൂക്ഷ്മജീവികളാണ് ചെടികൾക്ക് വെള്ളവും ചേർത്ത് നമ്മൾ ഇടുന്ന വളത്തെ ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിലാക്കി കൊടുക്കുന്നത്. ഞാൻ ബോട്ടിൽ കുറെ ഫ്രൂട്ട് പ്ലാന്റുകളും വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു പ്രോബ്ലം കണ്ടത്, ഈ കുറ്റിക്കുരുമുളക് വെച്ചാലാണ് അത് കൂടുതലും കണ്ടത്. അപ്പം ഈ കരിയില കമ്പോസ്റ്റ് ഞാൻ ഈ മണ്ണിൽ കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടാണ് ആ പോട്ടി മിക്സർ തയ്യാറാക്കുന്നത്. പക്ഷെ കുറെ കാലം ആകുമ്പോഴത്തേക്ക് അതങ്ങോട്ട് അഴുകിയിട്ട് അത് വെള്ളം വാർന്നു പോകാത്ത ഒരു സ്റ്റേജിലോട്ട് പോകുന്നു. അങ്ങനെ വെള്ളം കെട്ടിയെന്ന് എനിക്ക് 5-6 കുരുമുളക് നല്ലോണം കാച്ചുകൊണ്ടിരുന്നതെല്ലാം ഉണങ്ങിപ്പോയി. അതായത് പലരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റുണ്ട്. കാരണം
നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ പലരും പറയുന്ന അടിയിൽ കുറെ കരിയില ഇട്ടാൽ മതി എന്ന്. പക്ഷെ അത് തെറ്റായ നടപടിയാണ്. കാരണം കരിയിലകൾ ഇടുമ്പോൾ ആ കരിയിലകൾ അടിയിൽ ഇങ്ങനെ അടിഞ്ഞ് വെള്ളം പുറത്തോട്ട് താഴോട്ട് പോകാതിരിക്കുകയും അവിടെ അത് അഴുകി അവിടെ ഫംഗസ് ധാരാളം വരികയും ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇളക്കമുള്ള, നമുക്ക് പണ്ടൊക്കെ കിട്ടുമായിരുന്നു മണല്, അതിപ്പോൾ കിട്ടാനില്ല. ഇതില്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ കൊക്കോപിറ്റ് എന്താ അറിയാലോ, മണ്ണിര കമ്പോസ്റ്റ് അതിട്ട് കൊടുത്ത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം, എന്താ പറയുക, കരികില എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഴുവൻ കരികില ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്തേക്ക് വാരി ഇടണം. പറ്റുമെങ്കിൽ നിങ്ങൾ കുറച്ച് ചാണകവും ഗോമൂത്രവും കൂടി ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കൊന്ന് തളിച്ചും കൂടി കൊടുത്ത് അത് അവിടെ വെക്കുക. നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മുഴുവൻ പൊടിഞ്ഞ് നല്ല പൊടിയായിട്ട് വരും. അതിട്ട് കൊടുക്കാം. പക്ഷെ ഡയറക്റ്റ് കരികില പലരും പറഞ്ഞു കൊടുക്കണം, ഭയങ്കര മണ്ടത്തരം. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് മണ്ണും കൂടി വരുമ്പോൾ അതിങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്നായി അതിന്റെ ഇടയ്ക്ക് ഫംഗസും വരും, വെള്ളവും താഴോട്ട് പോകില്ല. അങ്ങനെ ചെയ്യുന്നതാണ്. എയറേഷൻ വേണം. മാഡം, ഈ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോൾ ഒരു സെന്റിന് എത്ര കിലോ ഉപയോഗിക്കണം? 3 കിലോ എങ്കിലും, 3 തൊട്ട് 5 വരെ ഉപയോഗിക്കാം. pH വളരെ കുറഞ്ഞ മണ്ണിലാണെങ്കിൽ അതനുസരിച്ച്. തെങ്ങിനൊക്കെ നമ്മൾ ഒരു 3.5 തൊട്ട് 5 വരെ ഉപയോഗിക്കാം. ഞാൻ ഈ വർഷം ഉപയോഗിച്ചു. പച്ചക്കറികളിലൊക്കെ ഈ രോഗബാധയൊക്കെ വളരെ കമ്മിയായിട്ട്. രോഗബാധ തന്നെയല്ല, നിങ്ങൾ നോക്കിക്കോ, ഏതെങ്കിലും ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചുമ്മാ ഇത് മാത്രം ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കി, ഭയങ്കര വ്യത്യാസം കാണാം. കാരണം അത് പെട്ടെന്ന് വലിയ ഇലയായിട്ട് ഇങ്ങനെ വളർന്നു വരും, പച്ച നിറത്തില്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു അതിശയം തോന്നും. അത് നോക്കിക്കോ. അല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, ഒരു മുരടിച്ചൊക്കെ നിൽക്കുന്ന ഒരു മരമോ അല്ലെ ഒരു ചെടിയോ ഉണ്ടെങ്കിൽ കുറച്ച് pH ബൂസ്റ്റർ, കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ pH ബൂസ്റ്റർ നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഇല്ലെങ്കിൽ ഒരു 200 ഗ്രാമേലും ഇട്ട് കൊടുക്കണം കേട്ടോ. പലരും ഇട്ട് കൊടുക്കണതിന്റെ ഇത് കുറവുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കും. പാലക്കാട് എവിടെ കിട്ടുന്നത്? കടയുണ്ടോ? പാലക്കാട് ഉണ്ടല്ലോ. പാലക്കാട് സാറിന്റെ സ്ഥലം ആ ഉണ്ട്. ഞാൻ ചാറ്റിൽ നമ്പർ ഇട്ടേക്കാം, എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ശരിയാ, അതങ്ങനെ ചെയ്യും. ഈ pH കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന കുരുമുളകാണ്. പക്ഷെ അതിന്റെ ഇല ഇങ്ങനെ കുറച്ച് മഞ്ഞളിച്ച് വരുന്നുണ്ട്. അപ്പം അതിന് എന്താ ചെയ്യേണ്ടത്? മഞ്ഞളിച്ച് വരുന്ന അത് ഫംഗസ് രോഗം. അത് ധൃതവാട്ടം അല്ലെങ്കിൽ സാവധാനവാട്ടത്തിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും. കാരണം അവിടെ നീർവാഴ്ച കുറവായിരിക്കും. അതായത് ഇളക്കമില്ലാത്ത മണ്ണാണ്, ഇച്ചിരി കല്ല് പോലത്തെ മണ്ണാണ്. അല്ല, പൂഴിമണ്ണാണ്. പൂഴിമണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പിന്നെ പശവശപ്പുള്ള മണ്ണ്. പൂഴി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരു പശവശപ്പുള്ള മണ്ണെന്നാ പറയുന്നത്. അതാണോ ഉദ്ദേശിക്കുന്നത്? പശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതിനകത്ത് ചെളിയുടെ അംശമല്ല, പക്ഷെ വെള്ളം പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോകില്ല. അതാ ഞാൻ പറഞ്ഞത്, നീർവാർച്ച കുറവ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ കരികില കുറെ നിങ്ങൾ ഉണ്ടാക്കി കമ്പോസ്റ്റ് ആക്കി വെക്കുക. അത് ധാരാളം ഇട്ട് കൊടുക്കുക. ജൈവാംശം എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. ഇങ്ങനത്തെ ഈ ജൈവാംശം കുറെ ഇട്ടിട്ട് കൊടുത്താണ് ഈ ഇതുപോലത്തെ പശപശപ്പുള്ള മണ്ണിനെ നമുക്ക് ഘടന മാറ്റാൻ പറ്റുന്നത്. ഞാനീ ഉണക്ക കരിയില പിന്നെ ഈ പച്ച ഇലകളും ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഒരു മെഷീൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലെന്താ ഈ വാഴ ഉൾപ്പെടെ എല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് അത് ഈ പറഞ്ഞ പോലെ കമ്പോസ്റ്റ് ആക്കും. എന്നിട്ട് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് മതിയല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നീർവാർച്ച വരാതിരിക്കാൻ വഴിയില്ല. ഇത് ധാരാളം ഇട്ട് കൊടുത്താൽ നല്ല നീർവാർച്ച വരും. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നമ്പർ കൊടുത്താൽ മതി. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ആർക്കാ സാധനം വേണ്ടത് എന്റെ നമ്പർ കൊടുത്തോളെ. 97 47 74 79 21. പിന്നെ മേഡം ഒരു കാര്യം ഏതാ ഒന്നുകൂടി ചോദിച്ചോ. ഒരു കാര്യമാണ്, അതായത് ഈ ഇലയുണ്ടല്ലോ, ഈ ചില മരങ്ങൾ ജാമ്പ, ഈ പുളി, വലിയ ഇതെല്ലാം ഞാൻ ഈ ഹൈബ്രിഡ് ഇങ്ങനെ വലിയ പോട്ടിൽ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോഴത്തേക്ക് പച്ച ഇല കുറെ അങ്ങ് തൊഴിഞ്ഞു പോകുന്നതാണ്. അത് എന്താണെന്ന് ഒരു പിടി കിട്ടുന്നില്ല. അതെല്ലാം നിങ്ങളുടെ വീട്ടില് ഈ ഫംഗസ് അതിനൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചത് എപ്പോഴും മണ്ണിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തണം. അത് ചെയ്തു കൊടുക്കുമ്പോൾ അത് അവിടെ വളർന്ന് ഒരു നല്ല ട്രൈക്കോഡർമ നിങ്ങളുടെ എവിടത്തെ ആളാണോ അവരെ വിളിച്ചു ചോദിച്ച് അവർ തരും.
അത് സമ്പുഷ്ടീകരിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തും ഇതുപോലെ തന്നെ കുറച്ച് pH ബൂസ്റ്റർ എടുക്കണം. അല്ലെ നിങ്ങൾ നമ്മുടെ ജൈവ വളം, അതല്ലെങ്കിൽ നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകം, അല്ലെ നിങ്ങൾ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ആയാലും മതി. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കുന്ന പിന്നെ കമ്പോസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ജൈവ വളമാണെങ്കിലും അത് ഒരു 90 കിലോ എടുക്കണം. അതിൻ്റെ അകത്തേക്ക് ഒരു 10 കിലോ വേപ്പിൻ പിണ്ണാക്ക് എടുക്കണം. എന്നിട്ട് നമ്മുടെ ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൈക്കോ കെയർ എന്ന അതിൻ്റെ പേര്, അത് 1 ലിറ്റർ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെക്കണം. അതായത് നല്ല ഒരു പുട്ടുപരുവത്തിൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടി ഇളക്കണം. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് ഇച്ചിരി കൂടി നനച്ച് മൂടി വെക്കുക. 15 ദിവസം കഴിയുമ്പോൾ അത് മുഴുവൻ ഒരു പച്ച നിറത്തിൽ പൊതിഞ്ഞ് നിൽക്കുന്നതാണ്. അത് ആ ഫംഗസ് അവിടെ വളർന്ന ഇതെല്ലാ ചെടികളുടെയും, പ്രത്യേകിച്ച് നിങ്ങളുടെ പോലെ ഡ്രമ്മിനകത്തുള്ളതിനകത്ത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുത്തു. അത് ഇട്ട് കൊടുത്താൽ ഇതുപോലത്തെ പ്രശ്നമൊന്നും വരത്തില്ല. അത് ഫംഗസ് വരുത്തുന്നതാണ്. അതൊരു മിത്ര ഫംഗസ് ആണ് നമ്മുടെ ട്രൈക്കോഡെർമ. അതുകൊണ്ട് നമുക്ക് എന്നാൽ ഇന്ന് നിർത്താം. പോട്ടിൽ ഉള്ളത് നമ്മൾ ഈ പ്ലാന്റുകൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതിനെ റീപോർട്ട് ചെയ്യുന്ന മെത്തേഡും കൂടെ ഒന്ന് പറയാൻ പറ്റും. കാരണം ഇതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ ചെടിയെ നശിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ആ മണ്ണിലുണ്ടാവും. അപ്പൊ ആ മണ്ണ് മാറ്റിയിട്ട് നമുക്ക് വേറെ രണ്ടാമത് ഫില്ല് ചെയ്തിട്ട് വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല, പക്ഷെ അത് വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പിന്നെ വലിയതാണേ, ഭയങ്കര വലുതാണേ എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിനെ ചരിച്ചു വെച്ചിട്ട് അത് ഒരാളൊന്നും വെച്ചാൽ പറ്റൂല, 2 പേര് വേണം. അത് സൈഡിൽ തട്ടി 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 കൊടുത്ത് പതുക്കെ എടുക്കുക. എന്നിട്ട് അടിയിലത്തെ മണ്ണ് അതുപോലെ തന്നെ അതിനകത്തൊക്കെ ഫംഗസ് ഒക്കെ കാണും, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നല്ലോണം ഈ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ചതും അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് സ്യൂഡോമോണാസിൽ നമ്മൾ ഒരു അരമണിക്കൂറിൽ നമ്മുടെ ചെടി മുക്കി വെച്ചിട്ട് വേണം പിന്നെ നടാനായിട്ട്. പിന്നെ അതെടുത്ത് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് ഒരു ഹോമിയോ ഒരു ജസ്റ്റ് ഒരു മിസ്റ്റ് സ്പ്രേ ഒന്ന് കൊടുക്കുന്നത് നല്ല, സ്ട്രെസ് വരാതിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാമത് അങ്ങനെ വെക്കുമ്പോൾ ഇലകൾ മൊത്തം അങ്ങ് പൊഴിഞ്ഞു പോകും. അതിന് എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ആ മരം അവിടെ നിൽക്കുമല്ലോ, നിൽക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു മിസ്റ്റ് രൂപത്തിൽ ഒരു തവണ ആ ചെടിയിൽ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ഹോമിയോ. എന്നിട്ട് വേണം അതിനെ മാറ്റാൻ. അതിനെ മാറ്റിയിട്ട് നമ്മൾ ആ ഒരു മറ്റേ സ്യൂഡോഗ്രോയിൽ നമ്മൾ മുക്കി വെച്ചിട്ട് ഈ നല്ല മിക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിർബന്ധമായിട്ട് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ചിട്ട് വെക്കണം. എന്നിട്ട് പയ്യെ വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നാ ഇന്നത്തേത് നിർത്താം. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. ഇപ്പൊ സമയം എത്ര മണിയായി? മാം ഒത്തിരി സന്തോഷം. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് വാല്യൂബിൾ മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ശുഭരാത്രി. താങ്ക് യു. പാലക്കാട് ഹംസ നമ്പർ ഒന്ന് പറയാമോ? ഹംസ സാർ ഉണ്ടെങ്കിൽ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ സാറേ. ഞാൻ ഇട്ട ഇതൊന്ന്